to student. Student ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രി +1 കെമിസ്ട്രി ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് 4th ചാപ്റ്ററിലാണ്. 4th ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആണ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ഫോക്കസ് ഏരിയ ആണെങ്കിലും അല്ലെങ്കിലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ചധികം നല്ല ഇമ്പോർട്ടന്റ് തിയറീസ് ഒക്കെ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ചാപ്റ്റർ നോക്കാം. അതിന് മുന്നായിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നമുക്ക് ലൈവ് സ്റ്റുഡന്റ് ഇന്ററാക്റ്റീവ് സൂം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ 1.5 മാസത്തിനകത്ത് നിങ്ങളുടെ എല്ലാ സിലബസും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് സ്റ്റുഡന്റ് കവർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാലും കോൺടാക്ട് ചെയ്താലും ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അല്ലെ, അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് 4th ചാപ്റ്റർ ആണ്. അതിന്റെ ഫോക്കസ് ഏരിയാസ് 1, 2, 3, 4, 5, 6 6 ടോപ്പിക്സ് ആണുള്ളത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള 3 ചാപ്റ്റേഴ്സിന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ചാനൽ അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് VSEPR തിയറിയാണ്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. VBT തിയറിയും പഠിക്കാനുണ്ട്, VB തിയറിയും പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ, എന്താണ് ഹൈബ്രിഡൈസേഷന്റെ ടൈപ്സ്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് അതിൽ എക്സാമ്പിൾസ് sp3 sp2 ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഹൈബ്രിഡൈസേഷൻ പഠിക്കുമല്ലോ, അപ്പൊ അതിന് മറ്റു കുറച്ച് എക്സാമ്പിൾസും കൂടെ പഠിക്കാനുണ്ട്. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി പോസ്റ്റുലേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫോർത്ത് ഫോക്കസ് ഏരിയ ടോപ്പിക് ഇസ് ബോണ്ടിങ് ഇൻ സം ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. അവസാനത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ഹൈഡ്രജൻ ബോണ്ടിങ് ടൈപ്സ്. ഓക്കെ, കുറച്ച് തിയറീസ് ആണ് ഉള്ളത്. അപ്പോൾ കുറച്ചധികം തിയറീസ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ഫോക്കസ് ഏരിയയിൽ. അപ്പോൾ തിയറീസ് ഒക്കെ വളരെ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. നമുക്ക് ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആയിട്ടുള്ള VSEPR തിയറിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് VSEPR തിയറിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും VSEPR തിയറി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വൃത്തിയായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 3 മാർക്കിനാണ് VSEPR തിയറി ചോദിക്കേണ്ടതെങ്കിൽ മിനിമം ഒരു 6 പോയിന്റെങ്കിലും എഴുതണം. 2 മാർക്കിനാണെങ്കിൽ 4 പോയിന്റ്. ഈ 2 കാറ്റഗറിയിൽ ചോദിക്കുള്ളൂ. ഒന്നുകിൽ 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സ്. കൂടുതൽ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് നോക്കാം. അതിന് മുന്നായിട്ട് എന്താണ് VSEPR തിയറി, അല്ലെങ്കിൽ എന്തിനാണ് VSEPR തിയറി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, അല്ലെ? അല്ലെങ്കിൽ ഒരു ആറ്റത്തിനകത്ത് എന്തുകൂടി ഉണ്ടാവും? ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിനകത്ത് ഉണ്ടാവില്ലേ? അപ്പൊ ഒരു ആറ്റത്തിനകത്ത് ബാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും ബാലൻസ് ഷെല്ലിൽ. ആ ഇലക്ട്രോൺസിന് കുറച്ചധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് ശരിക്കും നമുക്ക് VSEPR തിയറിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഞാൻ ഇവിടെ 5 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള 5 പോയിന്റ്സ് ആണ്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഡിപ്പെൻഡ്സ് ഓൺ ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. ഒരു മോളിക്യൂളിന്റെ VSEPR തിയറിന്റെ VSEPR എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയാണ് VSEPR തിയറി. അതിനകത്ത് ആ ടേമിൽ തന്നെ ഉണ്ട് ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എങ്ങനെ റിപ്പൽ ചെയ്യുന്നു, അതാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് ഡിപ്പെൻഡ്സ് ഓൺ ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. അല്ലെ, ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആ ഒരു ആറ്റത്തിന്റെ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാലോ, അല്ലെ? രണ്ടാമത്തെ പോയിന്റ് ഇലക്ട്രോൺ പെയേഴ്സ് ഇൻ ബാലൻസ് ഷെൽ റിപ്പൽ ഈച്ച് അതർ. ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് എന്ത് ചാർജ് ആണ്? ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ മറ്റൊരു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോണിൽ നിന്നും റിപ്പൽ ചെയ്യുമല്ലോ. ലൈറ്റ് ചാർജസ് റിപ്പൽ ഈച്ച് അതർ, അല്ലെ? അപ്പോ ബാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റിലേക്ക് കിടക്കാം. ഇലക്ട്രോൺ പെയേഴ്സ് ടെൻഡ്സ് ടു ഓക്യുപ്പൈ മാക്സിമം ഡിസ്റ്റൻസ് വിത്ത് മിനിമം റിപ്പൾഷൻ. ഇലക്ട്രോൺ പെയേഴ്സ് ടെൻഡ്സ് ടു ഓക്യുപ്പൈ മാക്സിമം ഡിസ്റ്റൻസ് വിത്ത് മിനിമം റിപ്പൾഷൻ. എപ്പോഴും ഈ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, തമ്മിലുള്ള റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കും. അടുത്തടുത്ത് വരുമ്പോഴാണല്ലോ റിപ്പൽ ചെയ്യുന്നത്. സോ മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് മിനിമം റിപ്പൾഷൻ. മിനിമം റിപ്പൾഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കും. അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. When 2 or more resonance structures are there, VSEPR theory applicable to any structure. എന്താണ്? ഒരു എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ
കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിന് തന്നെ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സാധനത്തിന് തന്നെ ഒന്നിൽ കൂടുതൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ആ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് സ്ട്രക്ചേഴ്സ് എന്ന് പറയാ? റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റെസൊണൻസ് സ്ട്രക്ചേഴ്സിന് പോലും നമ്മുടെ VSEPR തിയറി അപ്ലിക്കബിൾ ആണ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. വെരി ഈസി പോയിന്റ് ആണ്. റിപ്പൾസീവ് ഇന്ററാക്ഷൻ ഓഫ് പെയർസ്. ഓക്കെ, ഞാനിവിടെ ഈ LP-BP എന്ന് എഴുതിയിരിക്കുന്നത് ലോൺ പെയറും ബോണ്ട് പെയറും ആണ്. ഓക്കെ, ഈ LP സ്റ്റാൻഡ്സ് ഫോർ ലോൺ പെയർ ആൻഡ് BP സ്റ്റാൻഡ്സ് ഫോർ ബോണ്ട് പെയർ. ഓക്കെ, എന്താണ് ലോൺ പെയർ, എന്താണ് ബോണ്ട് പെയർ എന്നൊക്കെ ഞാൻ കുറച്ച് അടുത്ത ടോപ്പിക്സിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിന്റെ ഇന്ററാക്ഷന്റെ ഓർഡർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. LP-LP ബോണ്ടിങ് ഗ്രേറ്റർ ദാൻ LP-BP ബോണ്ടിങ് ഗ്രേറ്റർ ദാൻ BP-BP ബോണ്ടിങ്. BP എന്ന് വെച്ചാൽ ബോണ്ട് പെയർ ആണ്, LP എന്ന് വെച്ചാൽ ലോൺ പെയർ ആണ്. അവർ തമ്മിലുള്ള ബോണ്ടിങ്ങിന്റെ അറേഞ്ച്മെന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 5 പോയിന്റ്. ഓക്കെ, ഇനി ആ പോയിന്റ് ഒന്നും കൂടെ വായിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇത്രയും പോയിന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഷുവർ ആയിട്ട് എക്സാമിന് ചോദിക്കാൻ 99% ചാൻസ് ഉണ്ട്. നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലും അത് ചോദിക്കും. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. മാർക്കിന്റെ ബേസിസിൽ ആൻസർ ചെയ്യാം. മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. സെക്കൻഡ് ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് ഹൈബ്രിഡൈസേഷൻ തിയറി. ഓക്കെ, ഇതും ഒരു തിയറിയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ VSEPR തിയറി പഠിക്കുന്നത് അതേപോലെ തന്നെ ഈ തിയറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ തിയറീസ് ഒക്കെ നമ്മുടെ പോസ്റ്റ്ലേറ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്റ്ലേറ്റ് വെട്ടിച്ചുരുക്കി ഈസും മാസം മാറ്റി എഴുതാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. തിയറീസ് നമ്മൾ തിയറീസ് പോലെ തന്നെ എഴുതണം. അല്ലാതെ 2-3 പോയിന്റ്സ് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതി കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും മാർക്ക് തരില്ല. അപ്പൊ നമുക്ക് ഓരോരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഹൈബ്രിഡൈസേഷൻ തിയറിയിലെ ഒന്നാമത്തെ പോയിന്റ്, atomic orbitals combine to form a new set of equivalent energy orbitals known as hybrid orbitals. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമുക്ക് ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എലമെന്റിൽ നമ്മളൊരു ആറ്റം വരയ്ക്കില്ലേ? അപ്പൊ അത് ഏത് ഓർബിറ്റലാണ്? അറ്റോമിക് ഓർബിറ്റൽ അല്ലേ? ആ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്നത് അറ്റോമിക് ഓർബിറ്റൽ അല്ലേ? അങ്ങനെ ഏകദേശം ഇക്വാലന്റ്ലി ഏകദേശം സെയിം എനർജി ഉള്ള ഒരുപാട് അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരുപാട്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഹൈബ്രിഡൈസേഷൻ തിയറി ആണല്ലോ. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താണ്? ഒരുപാട് ഏകദേശം സിമിലർ ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ് ടു ഫോം ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് നോൺ ആസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അത്രേ ഉള്ളൂ. ഈ ഒരു പ്രോസസ് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. സെക്കൻഡ് പോയിന്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ തിയറി എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് that get hybridized or combined. എന്തായാലും കുഴപ്പമില്ല. എത്ര എണ്ണം അറ്റോമിക്, നമ്മുടെ പോയിന്റ് വൃത്തിയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, എത്ര എണ്ണം അറ്റോമിക് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ് ചെയ്യുന്നു അത്രയും എണ്ണം നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. നമുക്ക് അറ്റോമിക് ഓർബിറ്റലുകൾ കൂടി ചേർന്നിട്ടാണല്ലോ ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടുന്നത്. അപ്പൊ എത്ര എണ്ണം അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നു അതിന് ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടി എന്നുള്ളത്. ഈസി പോയിന്റ് ആണ്, ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. Third point of hybridization theory, hybrid orbitals have equivalent energy and shape. Hybrid orbitals ന് equivalent energyയും ഷേപ്പും ആണ്. അവർക്ക് അങ്ങനെ ഫോം ചെയ്ത ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ 2 അല്ലെങ്കിൽ 4 അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നു, അപ്പൊ കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസും 4 ആയിരിക്കും. നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പഠിച്ചല്ലോ, എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡൈസ്ഡ് ആയോ അത്രയും എണ്ണം ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടിയിരിക്കുന്ന എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റൽസിനും ഇക്വാലന്റ് എനർജിയും ഷേപ്പും ആയിരിക്കും. ഇക്വാലന്റ് എന്ന് വെച്ചാൽ ഈക്വൽ എനർജിയും ഷേപ്പും ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നത്, ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇൻഡിക്കേറ്റ് ജോമെട്രി ഓഫ് ദി മോളിക്യൂൾ. നമുക്ക് പല ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. sp ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp2 ഉണ്ട്, sp3 ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ അത് അടുത്തത് ഞാൻ പറഞ്ഞു തരാം. sp2 sp3 എന്ന് പറഞ്ഞ കുറെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻസ് ഉണ്ട്. അങ്ങനെ ഏത് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ആണോ നമ്മൾ നടന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. sp-ക്ക് ലീനിയർ ഷേപ്പ് ആണ്. അങ്ങനെ ഒരു ഷേപ്പ് അത് ഞാൻ അടുത്തൊരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇത്രയും 4 പോയിന്റ്സ് ആണ് നമുക്ക് ഹൈബ്രിഡൈസേഷൻ തിയറിയിൽ പഠിക്കാനുള്ളത്. ഈസി പോയിന്റ്സ് ആണ്, ഒരുപാട് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിൽ പഠിക്കാനില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ആലോചിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിന് മുന്നായിട്ട് നമുക്ക് ഓൾറെഡി സെക്കൻഡ് ഫോക്കസ് ഏരിയ ടോപ്പിക് ഹൈബ്രിഡൈസേഷൻ തിയറി ആയിരുന്നു. അതിന്റെ ബേസിസിൽ കുറച്ച് കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷനും ഷേപ്പും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ VSEPR തിയറി പഠിക്കുന്ന സമയത്ത് ഞാൻ LP-BPന്റെ കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ലോൺ പെയറും ബോണ്ട് പെയറും അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ലോൺ പെയർ ബോണ്ട് പെയർ ആണ് ഈ LP-BP. അപ്പൊ എന്താണെന്നുള്ളത് പിന്നെ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു സ്ട്രക്ചർ വരച്ചിരിക്കുന്നത് അമോണിയയുടെ സ്ട്രക്ചർ ആണ്. ദാറ്റ് ഈസ്
വാലൻസ് ഇലക്ട്രോൺ 5 ആയിരിക്കും. എളുപ്പമാണ്. ഇപ്പൊ 16 ഗ്രൂപ്പ് ആണെന്ന് എടുക്കുക. 16th ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. ഓക്കെ, അതേപോലെ 15th ഗ്രൂപ്പ് ആണ് നൈട്രജൻ. സോ അതിന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 5 ആണ്. സോ നൈട്രജന്റെ വാലൻസിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. നൈട്രജന്റെ വാലൻസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 5 എണ്ണത്തില് 3 എണ്ണമാണ് ഈ ബോണ്ടിങ്. ദാറ്റ് ഈസ് 3 ഹൈഡ്രജൻ ആറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പൊ 3 ബോണ്ടിങ് ആണ്. അപ്പൊ ഇതിൽ എത്ര ബോണ്ട് പെയർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ ബോണ്ട് പെയർ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ഇനി ബാക്കി 5 എണ്ണത്തിലെ 3 എണ്ണം ഹൈഡ്രജൻ ആറ്റം വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ 5 ഇലക്ട്രോണിലെ 3 എണ്ണം നമ്മളുടെ ബോണ്ടിങ്ങിൽ ഉണ്ട്. ബാക്കി എത്ര ഉണ്ട്? 5 - 3 2 ആണ് അല്ലേ? 2 ആണ്. അവിടെ 2 കണ്ണു പോലെ 2 കുത്തിട്ടിട്ടില്ലേ? ദാറ്റ് ഈസ് അതാണ് ലോൺ പെയർ. അവര് എന്തിനില്ല? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ബോണ്ടിങ്ങിൽ അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോ ലോൺ പെയർ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഈ ബോണ്ട് പെയർ, എന്താണ് ഈ ലോൺ പെയർ? ലോൺ പെയർ എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺസ് വിച്ച് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്. ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് പറയുന്നത്. നമ്മളിവിടെ നേരെ 2 കുത്തിട്ട് കാണിച്ചിട്ടില്ലേ? ഓക്കെ, ഇതാണ് നൈട്രജൻ. NH3 നൈട്രജന് 2 ലോൺ പെയേഴ്സ് ആണ്. ഓക്കെ, ബോണ്ട് പെയർ എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺസ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ബോണ്ടിങ്, അല്ലെങ്കിൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ ബോണ്ട് പെയർ എന്ന് പറയുന്നത്. തന്നെ ഉണ്ടല്ലോ ബോണ്ട് പെയർ. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ 3 ഹൈഡ്രജൻ ആണ്. ഇതാണ് ലോൺ പെയറും ബോണ്ട് പെയറും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം, ഈ ടോപ്പിക് മനസ്സിലാക്കാന്ന് വെച്ചാൽ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ എന്താണ് ഈ ലോൺ പെയർ, എന്താണ് ഈ ബോണ്ട് പെയർ എന്നൊക്കെ നമ്മൾ നോക്കിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോൺ പെയറിന്റെയും ബോണ്ട് പെയറിന്റെയും ബാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെയും അതിന്റെയൊക്കെ ഹൈബ്രിഡൈസേഷന്റെയും ഇതിന്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മുടെ കയ്യിലുള്ള ആ മോളിക്യൂളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ VSEPR തിയറിയിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ടൈപ്പ് ഓഫ് ഓരോ സാധനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഷേപ്പ് ആയിരിക്കുമല്ലോ, ആ ഷേപ്പ് ഏതാണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ബോണ്ട് പെയർ 2 ആണ്. ഈ BP ബോണ്ട് പെയർ ആണെന്ന് അറിയുമല്ലോ അല്ലെ? ബോണ്ട് പെയർ 2 ആണ്, ലോൺ പെയർ 0 ആണ്. ബോണ്ട് പെയർ 2 ആണ്, ലോൺ പെയർ 0 ആണ്. എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ഓക്കെ, ലീനിയർ ഷേപ്പ് ആയിരിക്കും. ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആയിരിക്കും. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എത്രയാണ്? ബോണ്ട് പെയർ 2 അല്ലേ, ലോൺ പെയർ 0 അല്ലേ? 2 + 0 എത്രയാണ്? 2. അത്രേ ഉള്ളൂ. അത് അത്ര കാര്യങ്ങളേ ഉള്ളൂ അവരുടെ ഇലക്ട്രോൺസിന്റെ കാര്യത്തിൽ. ഹൈബ്രിഡൈസേഷൻ എളുപ്പമാണ്. ബോണ്ട് പെയർ എത്രയാണ്? 2 എണ്ണം ആണല്ലോ. 2 എണ്ണം അല്ലേ? ഒരു S ഒരു P, ഒരു S ഒരു P, അങ്ങനെയാണ് sp എന്ന് പറയുന്നത്. ഷേപ്പ് ലീനിയർ ആണ്, അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ബോണ്ട് പെയർ 3 എണ്ണമാണ് ആൻഡ് ലോൺ പെയർ 0 ആണ്. ഓക്കെ, ബോണ്ട് പെയർ 3 ആണ്, ലോൺ പെയർ 0 ആണ് എങ്കിൽ അതിന്റെ സ്ട്രക്ചർ ട്രയാഗണൽ പ്ലാനാർ ആയിരിക്കും, ബെൻഡും ആവാം, അല്ലെങ്കിൽ ഓർ വി ഷേപ്പ് സ്ട്രക്ചർ. ഓക്കെ, ട്രയാഗണൽ പ്ലാനാർ, ബെൻഡ് ഓർ വി ഷേപ്പ് സ്ട്രക്ചർ, ഇത് രണ്ടിലും ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. നോക്കൂ, 3 ആണല്ലോ, ദാറ്റ് ഈസ് ബോണ്ട് പെയർ 3 അല്ലേ? 3 എണ്ണം വേണ്ടേ? 3 ഓർബിറ്റൽസ് വേണല്ലോ. ഒരെണ്ണം S 2 P, sp2 അല്ലേ? sp2 അല്ലേ? സോ ഒരു S 2 P, അങ്ങനെയാണ് ടോട്ടൽ 3 ബോണ്ട് പെയർ വന്നത്. Okay, sp2 hybridization and total number of electron pairs is 3 ആണല്ലോ, കാരണം നമുക്ക് 3 + 0 3 ആണ്, 2 + 1 3 ആണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. അതിന്റെ ഷേപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പഠിക്കണം കേട്ടോ, എങ്ങനെയെങ്കിലും ട്രിക്കോ കോഡോ എന്തെങ്കിലുമൊക്കെ വെച്ച് പഠിക്കണം. ആൻഡ് അടുത്ത കാര്യം നമുക്ക് നോക്കാം. അടുത്തത് ബോണ്ട് പെയർ 5 വരുന്നത് അല്ല 4 വരുന്നത്. That is 4 + 0 കൂട്ടിയാലും 4 ആണ്, 3 + 1 4 ആണ്, 2 + 2 4 ആണ്. That is bond pair നമുക്ക് 4 വരണം. അത്രേ ഉള്ളൂ കണ്ടീഷൻ. അപ്പൊ 4 + 0 3 + 1 2 + 2. ഓക്കെ, ഇനി 4 + 0 3 + 1 2 + 2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് എത്ര വരിക? 4 ആണ് വരിക, കാരണം ഇവിടെ 4 ആണല്ലോ. അപ്പൊ അവിടെ എന്തായിരിക്കണം? 4 ആയിരിക്കണം. ഇനി ഹൈബ്രിഡൈസേഷന്റെ കാര്യമാണെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്, കാരണം 4 ആണ് അല്ലെ? ലോൺ പെയർ ബോണ്ട് പെയർ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നത്. സോ ഒരു S 3 P, സോ ടോട്ടൽ 4 ആണ്. ഓക്കെ, ഈ ഷേപ്പിലേക്ക് കിടക്കുമ്പോൾ ടെട്രാഹെഡ്രൽ, പിരമിഡൽ, ബെൻഡ് ഓർ വി ഷേപ്പ്. ടെട്രാഹെഡ്രൽ, പിരമിഡൽ, ബെൻഡ് ഓർ വി ഷേപ്പ്. അടുത്തതിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് 5 നമുക്ക് രണ്ടും ലോൺ പെയറും ബോണ്ട് പെയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടണം. ഓക്കെ, അപ്പൊ 5 0 4 1 3 2 and 2 3. ഓക്കെ, ഇനി നമുക്ക് നേരെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസിലേക്ക് കിടക്കുമ്പോൾ 5 അല്ലേ? കാരണം 5 + 0 അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ എത്ര വേണ്ടത്? 5 അല്ലേ വേണ്ടത്? സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 5. ഇനി ഹൈബ്രിഡൈസേഷനിലേക്ക് കിടക്കുമ്പോൾ sp3d ഹൈബ്രിഡൈസേഷൻ ആണ്, ബിക്കോസ് 5 എണ്ണം വേണം, 5 എണ്ണം വേണമല്ലോ. അപ്പൊ S ഒരെണ്ണം
P 3 D ഒരെണ്ണം. So 3 + 2 is 5. ഓക്കെ, അങ്ങനെയാണ് sp3d ഹൈബ്രിഡൈസേഷൻ വന്നത്. ഇനി അടുത്തത് നമുക്ക് ഇനിയും രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഞാനത് ഇതൊന്ന് റബ് ചെയ്തിട്ട് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ബാക്കി രണ്ട് സെക്ഷൻ ഓഫ് ടോപ്പിക്സ് അല്ലെങ്കിൽ ബാക്കി രണ്ട് ലോൺ പെയറും ബോണ്ട് പെയറും നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. 6 0 5 1 and 4 2. അപ്പൊ എത്രയാ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരിക? 6 ആണല്ലേ. കാരണം നമുക്ക് രണ്ട് ബോണ്ട് പെയറും ലോൺ പെയറും കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടുന്നത്? 6 കിട്ടുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 6 ആയിരിക്കും. ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. സോ 6 വരുന്ന ഹൈബ്രിഡൈസേഷൻ എടുക്കണം. sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് എടുക്കേണ്ടത്. സോ s ഒരെണ്ണം, p 3 d 2. So 3 + 2 5, 5 + 1 6. So total number of 6 electron pairs അവിടെ വരുന്നത് 6 sp3d2. ഓക്കെ, ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ ഒക്ടാഹെഡ്രൽ, സ്ക്വയർ ബൈപിരമിഡൽ, അല്ല സ്ക്വയർ പിരമിഡൽ, സ്ക്വയർ പ്ലാനർ. ഓക്കെ, ഇനി അടുത്തത് 7 0. നമുക്ക് അടുത്ത നമ്പർ ഓഫ് ബോണ്ട് പെയർസ് ആൻഡ് ലോൺ പെയർസിലേക്ക് കടക്കാം. 7 0 6 1 ആണ് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ലോൺ പെയറും ബോണ്ട് പെയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ആണ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 7 ആണ്. ഇനി അടുത്തത് ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ അതിന് മുന്നേ ഹൈബ്രിഡൈസേഷന്റെ കാര്യം വരികയാണെങ്കിൽ 7 സബ്ഷെൽസ് കൂടിച്ചേരണം അല്ലെ, 7 ഓർബിറ്റൽസ് കൂടിച്ചേരണം. അപ്പൊ s ഒരെണ്ണം, p 3 d 3. അപ്പൊ 3 + 3 6, 6 + 1 7. സോ sp3d3 ഹൈബ്രിഡൈസേഷൻ. ഷേപ്പിലേക്ക് വരികയാണെങ്കിൽ പെന്റഗണൽ, ബൈപിരമിഡൽ ആൻഡ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രൽ. ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒരു ടേബിളിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. സോ വരച്ച് വെക്കുന്നവരാണെങ്കിൽ വരച്ച് വെക്കുക. ഇതുവരെ എടുത്ത കാര്യം മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ്. അതിന് മുന്നേ ഫോക്കസ് ഏരിയയിൽ പെടാത്ത വേറൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുണ്ട്. നമ്മുടെ ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ഒന്നുമില്ല. നമ്മുടെ ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ, CH3 സിംഗിൾ ബോണ്ട്, CH3 എന്നൊക്കെ പറയുന്ന പോലെ. സിംഗിൾ ബോണ്ട് ആണ് വേണ്ടതെങ്കിൽ അത് ആൽക്കെയിൻ ആണ് അല്ലെ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കീൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അത് ആൽക്കൈൻ ആണ്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ആൽക്കെയിന്റെ കേസിൽ, ദാറ്റ് ഈസ് സിംഗിൾ ബോണ്ട് വരുന്ന കേസിൽ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മുടെ ആൽക്കീന്റെ കേസിൽ, ഡബിൾ ബോണ്ട് വരുന്ന കേസിൽ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി ട്രിപ്പിൾ ബോണ്ട് വരുന്ന കേസിൽ, ദാറ്റ് ഈസ് ആൽക്കൈൻസിന്റെ കേസിൽ അവിടെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതാതെ പറഞ്ഞു തന്നത്. ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഫോക്കസ് ചെയ്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇതും തിയറിയാണ്. നമ്മുടെ VSEPR തിയറി പോലെ, നമ്മുടെ ഹൈബ്രിഡൈസേഷൻ തിയറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു തിയറിയാണ് MOT, ദാറ്റ് ഈസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഓരോരോ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം പ്രസന്റ് ഇൻ അറ്റോമിക് ഓർബിറ്റൽസ്, ഇലക്ട്രോൺ ഇൻ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ മോളിക്കുലർ ഓർബിറ്റൽസ്. ഭയങ്കര എളുപ്പമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നത് അറ്റോമിക് ഓർബിറ്റലിലാണ്. പക്ഷെ ഇൻ കേസ് ഓഫ് മോളിക്യൂൾസ് ഇലക്ട്രോൺ ഇരിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റലിലാണ്. ആറ്റത്തിലെ ഇലക്ട്രോൺ ഇരിക്കുന്നത് അറ്റോമിക് ഓർബിറ്റലിലാണ്, മോളിക്യൂളിൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് മോളിക്കുലർ ഓർബിറ്റലിലാണ്. അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം ഓഫ് MOT. അറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക്, മോളിക്കുലർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്. മോണോസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞു തരികയാണെങ്കിൽ, ഇതിപ്പോ ഒരു അറ്റോമിക് ഓർബിറ്റൽ വരയ്ക്കാന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഒരു സിംഗിൾ ന്യൂക്ലിയസ്, കുറെ ഷെൽസ്. ഓക്കെ, അപ്പോ ഇതിന് പുറത്ത് കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു ഷെല്ലിൽ കാണുന്ന ഈ ഇലക്ട്രോൺസിന് അട്രാക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? മോണോസെൻട്രിക് ആയിട്ടുള്ള ന്യൂക്ലിയസിലോട്ടായിരിക്കും. ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് ഏതിലേക്കാണ് ആകർഷിക്കുക? ആ സെന്ററിൽ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയസിലോട്ടായിരിക്കും. ഒരു ന്യൂക്ലിയസ് അല്ലേ, സോ ഇറ്റ് ഇസ് നോൺ ആസ് മോണോസെൻട്രിക്. ഓക്കെ, പക്ഷെ നമ്മളിത് മോളിക്യൂൾസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് പോളിസെൻട്രിക് ആണെന്ന് പറയും. അത് എന്ത് പറയും? പോളിസെൻട്രിക് ആണ്. കാരണം എന്താണ്? ഒരുപാട് ആറ്റംസ് കൂടി ചേർന്നിട്ടല്ലേ മോളിക്യൂൾ ഉണ്ടാവുന്നത്. സോ ഒരു ആറ്റത്തിനാണെങ്കിൽ അത് മോണോസെൻട്രിക് ആണ്. പക്ഷെ അത് മോളിക്യൂളിലാവുമ്പോൾ ഒരുപാട് ആറ്റംസ് കൂടി ചേരില്ലേ, സോ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ടാവും, അതുകൊണ്ട് അത് പോളിസെൻട്രിക് ആണ്. അപ്പൊ മോണോസെൻട്രിക്കും പോളിസെൻട്രിക്കും എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സെന്റൻസ് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. മൂന്നാമത്തെ പോസ്റ്റുലേറ്റിലേക്ക് കിടക്കാം. 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻഡ് ടു ഫോം 2 മോളിക്കുലർ ഓർബിറ്റൽ. അതായത് 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കൂടി ചേരുന്നതെങ്കിൽ നമുക്ക് 2 മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. ഓക്കെ, എത്ര അറ്റോമിക് ഓർബിറ്റൽ ആണോ കൂടി ചേരുന്നത് അതിനനുസരിച്ച് മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണെങ്കിൽ ഒരു 2 അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്ന് നമുക്ക് 2 മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. അത്രേ ഉള്ളൂ.
അതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ട്. അതാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും, സ്റ്റാറും സ്റ്റാർ ഇല്ലാത്തതും. ഓക്കെ, അത് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞത്. അപ്പോ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്ന് നമുക്ക് രണ്ട് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. അത് രണ്ട് തരത്തിലുണ്ട്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ഉണ്ട്, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ലാസ്റ്റ് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇലക്ട്രോൺ ഫില്ലിംഗ് നടത്തില്ലേ, ഈ മോളിക്കുലർ ഓർബിറ്റലിൽ നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യില്ലേ, അത് 3 പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. 3 പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. അതാണ് ഓഫ് ബോസ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓഫ് ബോസ് പ്രിൻസിപ്പിൾ എന്താണ്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഒക്കെ നമുക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്നാലും ഓക്കെ, ഇതിന്റെ ഈ 3 പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ 3 റൂൾസ് പ്രകാരമാണ് നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിന് പഠിക്കാനുള്ളത്, MOT പഠിക്കാനുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിയറീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ BSc തിയറി, ഹൈബ്രിഡൈസേഷൻ തിയറി ആൻഡ് MOT, ഇത് 3 കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ മോളിക്കുലർ ഓർബിറ്റൽ തിയറിന്റെ ബേസിസിൽ നമ്മൾ ആറ്റത്തിലൊക്കെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യില്ലേ, അതേപോലെ മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഇതിന്റെ ബേസിസിലാണ് ഫില്ല് ചെയ്യുക. ഇത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, മക്കപ്പ് ചെയ്ത് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം, എങ്ങനെ വേണമെങ്കിലും, പക്ഷെ നിങ്ങൾ പഠിക്കണം. ബിക്കോസ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% ഉറപ്പാണ് ഇതിന്നൊരു ചോദ്യം വരുമോ, ഉറപ്പായിട്ട് വരും. അപ്പൊ 14 ഇലക്ട്രോൺ വരെ, ദാറ്റ് ഈസ് 1 2 3 4 തൊട്ട് 14 വരെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഇലക്ട്രോൺസ് എങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, ഓക്സിജൻ അല്ല, ചെറിയ നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, നൈട്രജൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ഒക്കെ എന്താണ് 7 അല്ലെങ്കിൽ അതിന്റെ ഡബിൾ. നമുക്ക് എത്ര എണ്ണം ഇലക്ട്രോൺ എന്നാണ് ഈ 14 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 14 നമ്പർ ഓഫ് ഇലക്ട്രോൺ വരെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം, ഈ ഒരു ഓർഡറിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇത് പഠിച്ചിട്ടില്ലേ, നമ്മൾ 1s2 2s2 2p6 3s2 3p6 4s2 3d10 അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ. അതേപോലെ അത് നമ്മൾ ആറ്റത്തിന്റെ കേസിൽ പഠിച്ചതായിരുന്നു. ഇത് നമ്മൾ എന്തിന്റെ കേസിൽ പഠിക്കുന്നതാണ്, ഇലക്ട്രോൺ, ദാറ്റ് ഈസ് മോളിക്കുലർ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ 14 ഇലക്ട്രോൺ വരെയാണെങ്കിൽ ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഫില്ലിംഗ് ഇലക്ട്രോൺസ്. 14നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതാണ്. ഇത് രണ്ടും നിങ്ങൾ തിരിഞ്ഞു പോവാതെ തെറ്റി പോവാതെ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. σ1s, σ*1s, σ2s, σ*2s, π2px is equal to π2py, σ2pz, π*2px is equal to π*2py, σ*2pz. ഓക്കെ, വായിക്കാൻ എളുപ്പമാണ്, നോക്കി വായിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്. പക്ഷെ പഠിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം, കാരണം ഇതിന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ഓക്കെ, അടുത്തത് മോർ ദാൻ 14 ഇലക്ട്രോൺ സിസ്റ്റം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഇലക്ട്രോൺ 14നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുക, ഇതാണ്. ദാറ്റ് ഈസ് ഇതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിലുണ്ട്, അതുകൊണ്ടാണ്. σ1s, σ*1s, σ2s, σ*2s, σ2pz, π2px is equal to π2py, π*2px is equal to π*2py and σ*2pz. ഓക്കെ, നിങ്ങളത് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, എന്തായാലും ഷുവർ ആയിട്ടും ഇത് ചോദിക്കും. അപ്പൊ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഇതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ബേസിസിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പ്രോബ്ലം സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും. നമുക്ക് ഈ ഒരു വീഡിയോയുടെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതുവരെ എടുത്തത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഫോക്കസ് ചെയ്ത ടോപ്പിക്കിലേക്ക് കിടക്കാം, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് ഭയങ്കര ഈസിയാണ്, വലിയ കാര്യങ്ങളൊന്നും അതിൽ പഠിക്കേണ്ട കാര്യമായിട്ടൊന്നുമില്ല. ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ഹൈഡ്രജൻ ആറ്റം ഓഫ് വൺ മോളിക്യൂൾ വിത്ത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഓഫ് അനദർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള ഹൈഡ്രജൻ ആറ്റം മറ്റ് ഒരു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട് ഉള്ള ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. It is the attractive force which binds hydrogen atom of one molecule with highly electronegative atom of another molecule. ഇത്രയേ ഉള്ളൂ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ളത്. നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. തിരിഞ്ഞു പോരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഞാൻ വായിച്ചു തരാം. It is formed between two different molecules of same or different compound. ഓക്കെ, ഒരേ കോമ്പൗണ്ടോ അല്ലെങ്കിൽ ഡിഫറെന്റ് കോമ്പൗണ്ടോ
തമ്മിലുള്ള ബോണ്ടിങ്ങിന് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് ടൈപ്പ് രണ്ട് ടൈപ്പേ ഉള്ളൂ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇന്റർമോളിക്കുലർ, അടുത്തത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ട് ഫോംഡ് വിത്തിൻ ദി സെയിം മോളിക്യൂൾ, ഒരേ മോളിക്യൂൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ആണെങ്കിൽ അതിനെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയും. ഇതാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. സാധാരണഗതിയിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല, ഫോക്കസ് ഏരിയ ഉള്ളത് കൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4th ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കാനുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്. എല്ലാം ഞാൻ വൃത്തിയായിട്ട് തന്നെ പറ്റാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈസി പോയിന്റ്സ് വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡഡ് ആണ്. ഫർദർ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പറഞ്ഞ കാര്യം മറക്കണ്ട, റാപ്പിഡ് കോഴ്സ് സ്റ്റുഡന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂം ത്രൂ ക്ലാസ്സസ് ആയിരിക്കും, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും. ഞങ്ങളുമായി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ ഫീസ് സ്ട്രക്ചറിന്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ വീഡിയോ കാണാം, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താലും മതി. വാട്സ്ആപ്പ് നമ്പർ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.